കൂളിമാട് MRPL പെട്രോൾ പമ്പിൽ തീപിടുത്തം. പെട്രോൾ അടിക്കാനെത്തിയ ജീപ്പിന് തീപിടിച്ച് ജീപ്പിലുണ്ടായിരുന്ന ഒരു സ്ത്രീയടക്കം 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മുക്കം ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുകയായിരുന്നു. സംഭവം മോക്ക് ഡ്രില്ലാണെന്നറിഞ്ഞതോടെയാണ് കണ്ടുനിന്നവർക്ക് ആശ്വാസമായത്. നാട്ടുകാർക്ക് ആദ്യം അമ്പരപ്പാണുണ്ടായത്. പിന്നീട് കാര്യമറിഞ്ഞപ്പോൾ ആശ്വാസമായി. കൂളിമാട് പെട്രോൾ പമ്പിലെ തീപിടുത്തം മോക്ക് ഡ്രിൽ ആണെന്നറിഞ്ഞതോടെയാണ് ഓടിക്കൂടിയ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസമായത്. മുക്കം ഫയർഫോഴ്സ്, ഇന്ത്യൻ ഓയിൽ ആൻഡ് അദാനി ഗ്യാസ്, മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോൾ കെമിക്കൽസ് ലിമിറ്റഡ് എന്നിവർ സംയുക്തമായാണ് കൂളിമാട് പറയങ്ങാട്ട് ഫ്യൂവൽസിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. പെട്രോൾ അടിക്കാനെത്തിയ ജീപ്പിന് തീപിടിച്ച് ജീപ്പിലുണ്ടായിരുന്ന ഒരു സ്ത്രീ അടക്കം 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നതായിരുന്നു മോക്ക് ഡ്രില്ലിൻ്റെ വിഷയം. മുക്കം ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുന്നതും മുക്കം ഫയർഫോഴ്സിലെ സിവിൽ ഡിഫൻസ്, ആപ്താമിത്ര, പോലീസ്, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു മോക്ക് ഡ്രിൽ. ഒരു അപകടം നടന്നാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പലയിടങ്ങളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നതെന്നും നാട്ടുകാർ വളരെയധികം സഹകരിച്ചുവെന്നും മുക്കം ഫയർ ഓഫീസർ MA ഗഫൂർ പറഞ്ഞു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, സിവിൽ ഡിഫൻസ് ആപ്താമിത്രയും കൂളിമാടിലുള്ള പറയങ്ങാട്ട് ഫ്യൂവൽസും സംയുക്തമായി ചേർന്ന ഒരു നടത്തിയ ഒരു മോക്ക് ഡ്രില്ലാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഒരു അടിയന്തര സാഹചര്യങ്ങളിൽ ഇത്തരം പെട്രോൾ പമ്പുകളിലോ അതേപോലെയുള്ള അപകടമായ സംഭരണങ്ങളുള്ള സ്ഥലങ്ങളിൽ അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ തീ അണക്കാൻ പറ്റും, എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും, അതിന് പൊതുജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം മോക്ക് ഡ്രിൽ നടത്തിയിട്ടുള്ളത്. പബ്ലിക് ആദ്യഘട്ടത്തിൽ വന്ന് വളരെ അത്ഭുതത്തോടെയും ശ്രദ്ധിച്ചു നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചെന്നുള്ള അറിയാത്തൊരു വ്യഗ്രത ഉണ്ടായിരുന്നു. പക്ഷേ അവർ വളരെ നന്നായി സഹകരിച്ചു. ആംബുലൻസുകൾക്ക് വരുന്നതിനും പോകുന്നതിനും എമർജൻസി വാഹനങ്ങൾക്ക് വരുന്നതിനും പോകുന്നതിനും ഒക്കെ സൗകര്യം ഒരുക്കി. കാഷ്വാലിറ്റി ആശുപത്രിയിൽ എത്തുന്നതിനൊക്കെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. CTV പ്രാദേശിക വാർത്ത, മുക്കം.